നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. നിങ്ങൾക്ക് ഏതെങ്കിലും ശത്രുദോഷമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടോ? ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിലേക്ക് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ആഴ്ച നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ്? നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ്? യൂണിവേഴ്സൽ മെസ്സേജ്, നിങ്ങൾക്കുള്ള ഈ ആഴ്ചത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ്? ഓക്കെ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ക്യൂൻ ഓഫ് പെന്റിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു വലയത്തിലാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈവിളായി നെഗറ്റീവ് ഊർജ്ജങ്ങൾ, ശത്രുദോഷങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല. ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ സാവകാശം എടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിൽ തടസ്സങ്ങളല്ല, സമയം താമസിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്, കുതിച്ചു ചാട്ടമാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ, നിങ്ങൾ എന്താണോ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത്, ആ സിറ്റുവേഷനെ നിങ്ങൾ ചാടിക്കടക്കുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു അതൊരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നില്ല, തടസ്സങ്ങളാണ്, ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പരാജയപ്പെട്ടിരുന്ന ഏതോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിജയം കൈവരിക്കുന്നതായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസം വലുതാകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹൈ എനർജി പൊസിഷനിലേക്ക് കടന്നു പോവുകയും നിങ്ങൾ ചില കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാൻ ഈ ഒരു ബ്ലെസ്സിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലേ, നമുക്ക് നീതി ലഭിക്കണം. പ്രപഞ്ചത്തിൽ നിന്നുമുള്ള നീതിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടത്. അപ്പോൾ ആ നീതി നിങ്ങളിലേക്ക് തേടിയെത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തത വരുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരുന്ന ഒരു കേസിൽ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു വിജയത്തിന്, അല്ലെങ്കിൽ ആ കേസ് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കടന്നു വരുന്നത്. ഭൂമി സംബന്ധമായോ സാമ്പത്തികപരമായോ ഏതെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഈ ബ്ലെസ്സിങ് കാണിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളിൽ ജസ്റ്റിസ് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകളും പ്രവർത്തനയും കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകൾ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രണ്ട് വശവും കൃത്യമായിട്ടുള്ള ആലോചനയും അറിവും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. എടുത്തു ചാടി തീരുമാനിക്കുന്നതിന് പകരം നിങ്ങളുടെ തേർഡ് ഐ ചക്ര നല്ല പവർഫുള്ളായിട്ട് പ്രവർത്തിച്ച് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഗൈഡൻസ് ആണ് പ്രപഞ്ചം നൽകുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത വരുമാനമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കാർഡ് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.